ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ ഗൗരവമുള്ള എന്നാൽ നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്താലും ഒരു സമാധാനം കിട്ടില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരുതരം ഭാരം, മനസ്സ് നിറയെ നെഗറ്റീവ് ചിന്തകൾ. എൻ്റെ ജീവിതം ഇങ്ങനെയാണല്ലോ, എനിക്കൊന്നും ശരിയാവുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു വല്ലാത്ത ചിന്താഗതി. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നമ്മളൊരു നെഗറ്റീവ് ചുഴിയിൽ പെട്ടുപോകാറുണ്ട്. എന്ത് ചെയ്താലും ഇതിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്ന അവസ്ഥ. ഇതിനെയാണ് നമ്മൾ നെഗറ്റീവ് ലൂപ്പ് എന്ന് വിളിക്കുന്നത്. ഒരു തവണ ഇതിൽ പെട്ടുപോയാൽ പിന്നെ മനസ്സിനെ ഒന്ന് മാറ്റിയെടുക്കാൻ വലിയ പ്രയാസമായിരിക്കും. ഈ ഒരു അവസ്ഥയിൽ നിന്നും എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് പുറത്തു കിടക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും മാറ്റിമറിക്കാൻ സഹായിക്കുന്ന 5 എളുപ്പ വഴികളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തേത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ മാറ്റുക എന്നതാണ്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, വെറും വാക്ക് മാറ്റിയാൽ ജീവിതം മാറുമോ? എന്നാൽ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കെല്ലാം അറിയാം, ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സത്യം ഇതാണ്, നമ്മുടെ മനസ്സ് നമ്മൾ പറയുന്ന കാര്യങ്ങളെ ഒരു ഓർഡർ ആയിട്ടാണ് സ്വീകരിക്കുന്നത്. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന നമ്മുടെ വാക്കുകൾക്കാണ് ഏറ്റവും വലിയ പവർ ഉള്ളത്. നമ്മുടെ മൈൻഡ് ശരിക്കും ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ്. നമ്മൾ എന്തു പറയുന്നുവോ അത് വിശ്വസിക്കും. നിങ്ങൾ എപ്പോഴും ഞാൻ ഡിപ്രഷനിലാണ് അല്ലെങ്കിൽ ഞാൻ തളർന്നു പോയി എന്ന് പറഞ്ഞു നോക്കൂ, നിങ്ങളുടെ ശരീരം അപ്പോൾ തന്നെ ആ തളർച്ച കാണിച്ചു തുടങ്ങും. നിങ്ങളുടെ തോളുകൾ താഴേക്ക് പോകും, ശബ്ദം കുറയും. എന്നാൽ ഇതിനു പകരം നിങ്ങളൊന്ന് മാറ്റി പറഞ്ഞു നോക്കിയാലോ, എനിക്കിപ്പോൾ ചെറിയ വിഷമമുണ്ട്, പക്ഷേ ഇത് താൽക്കാലികമാണ്, നാളെ ഞാൻ ഇതിലും കരുത്തോടെ തിരിച്ചു വരും. കണ്ടോ, ആ മാറ്റം ശ്രദ്ധിച്ചോ? ആദ്യത്തേത് നിങ്ങളെ ഒരു കുഴിയിൽ തളച്ചിടുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തേത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി തുറന്നു വരുന്നു. അതായത് നമ്മുടെ വാക്കുകൾ നമ്മുടെ മനസ്സിന് നൽകുന്ന നിർദ്ദേശങ്ങളാണ്. എനിക്കൊന്നിനും കഴിയില്ല എന്ന് പറയുമ്പോൾ മനസ്സ് പ്രവർത്തനം നിർത്തുന്നു. എന്നാൽ എനിക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ മനസ്സ് അതിനുള്ള വഴികൾ തിരയാൻ തുടങ്ങുന്നു. പലരും പറയാറുണ്ട്, എനിക്ക് സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ ആർക്കും ഇഷ്ടമില്ല എന്ന്. അതൊരിക്കലും സത്യമല്ല. നിങ്ങൾ സ്നേഹമുള്ളവരും സ്നേഹിക്കപ്പെടാൻ യോഗ്യരുമാണ്. ഞാൻ സ്നേഹത്തെ ആകർഷിക്കുന്നു, ഞാനൊരു സ്നേഹനിധിയായ വ്യക്തിയാണ് എന്ന് സ്വയം പറഞ്ഞു തുടങ്ങും. നിങ്ങൾ കടയിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ ഈ പോസിറ്റീവ് വാക്കുകൾ ഉള്ളിൽ സൂക്ഷിച്ചാൽ അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ വലിയ മാറ്റം വരുത്തും. ഞാനൊരു കാന്തം പോലെ സ്നേഹത്തെയും സന്തോഷത്തെയും എൻ്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു എന്ന് എന്നും രാവിലെ ഒന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങൾ പറയുന്ന വാക്കുകളാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ്. അത് പോസിറ്റീവ് ആണെങ്കിൽ ജീവിതവും കളർഫുള്ളാകും. ഇനി രണ്ടാമത്തേത്, നിങ്ങളോട് നിങ്ങൾ എന്ത് പറയുന്നു. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കാറുണ്ട്, പക്ഷേ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നത് ശ്രദ്ധിക്കാറുണ്ടോ? നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു സംസാരം നടക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ ഭയങ്കരമായ നെഗറ്റീവ് വാക്കുകളും നമ്മളോട് തന്നെ ഉപയോഗിക്കാറുമുണ്ട്. ഇതെന്നെ കൊല്ലുന്നു, ഇതൊരു ദുരന്തമാണ്, എനിക്കിത് സഹിക്കാൻ വയ്യ എന്നൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പറയാറുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊരു സുഹൃത്തിനോട് ഇങ്ങനെ സംസാരിക്കുമോ? ഒരു സുഹൃത്തിനൊരു പരാജയം സംഭവിച്ചാൽ നിങ്ങൾ പറയുമോ നീ ഒരു തോൽവിയാണെന്ന്? ഇല്ലല്ലോ. നിങ്ങൾ അവരെ ആശ്വസിപ്പിക്കും. പിന്നെന്തിനാണ് നമ്മളോട് തന്നെ ഇത്ര ക്രൂരമായി പെരുമാറുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കും നമ്മുടെ ശരീരത്തെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ദുരന്തമാണെന്ന് പറയുന്നതിന് പകരം ഇതൊരു വെല്ലുവിളിയാണ്, എനിക്കിത് കൈകാര്യം ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞ് ശീലിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനോട് ചോദിക്കാം, ഞാൻ സാധാരണയായി എപ്പോഴും പറയുന്ന പരാതികൾ എന്തൊക്കെയാണെന്ന്. അപ്പോഴായിരിക്കും നിങ്ങൾ നിങ്ങളെ തന്നെ എത്രമാത്രം നെഗറ്റീവായിട്ടാണ് വിമർശിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ആ വാക്കുകൾക്ക് പകരം ഇതൊരു വെല്ലുവിളിയാണ്, ഞാൻ ഇതിനെ മറികടക്കും എന്ന് പറഞ്ഞ് ശീലിക്കുക. ഇനി മൂന്നാമത്തേതാണ് നമ്മുടെ ഉള്ളിലെ പഴയ മനുഷ്യൻ. എന്തുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പേടിച്ചു പോകുന്നത് അല്ലെങ്കിൽ തളർന്നു പോകുന്നത് എന്നറിയാവോ? നമ്മുടെ ബ്രെയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. പണ്ട് കാട്ടിൽ ഒരു വലിയ മൃഗത്തെ കാണുമ്പോൾ ഒന്നുകിൽ നമ്മൾ അതിനെ നേരിടും അല്ലെങ്കിൽ ഓടും. ഇതിനൊന്നും പറ്റിയില്ലെങ്കിൽ നമ്മൾ അനങ്ങാതെ ഒരു സ്ഥലത്ത് നിൽക്കും. എന്നാൽ ഇന്നത്തെ കാലത്ത് കാട്ടിലെ മൃഗങ്ങളൊന്നുമില്ല.
പക്ഷേ അതിനു പകരം നമ്മുടെ ഓഫീസിലെ ജോലികൾ, കുട്ടികളുടെ പ്രശ്നങ്ങൾ, പണമിടപാടുകൾ ഇതെല്ലാം വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ പഴയ പോലെ ഫ്രീസായി പോവും. നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ തളർന്നിരിക്കും. ഇതിനെ മറികടക്കാൻ നമ്മൾ ഇതും കടന്നു പോകുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് ജോലികൾ ഉണ്ടെങ്കിൽ അത് കണ്ട് പേടിക്കാതെ ഓരോരോ കാര്യങ്ങളായി ചെയ്ത് തീർക്കുക. നമ്മൾ ആ ചുഴിയിൽ പെട്ടുപോകാതെ ഒഴുകാൻ പഠിക്കണം. ഒരു പുഴ ഒഴുകുന്നത് പോലെ കല്ലുകൾ വന്നാലും തടസ്സങ്ങൾ വന്നാലും പുഴ മാറി ഒഴുകും. ഇതും കടന്നു പോകും എന്ന് സ്വയം പറയുക. ഇന്ന് ജോലി കൂടുതലായിരിക്കാം, ചിലപ്പോൾ ഇന്ന് ചെറിയൊരു അസുഖം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുമായി ഒരു പിണക്കം ഉണ്ടായിരിക്കും. പക്ഷേ ഓർക്കുക, ഇതൊന്നും ശാശ്വതമല്ല. എനിക്ക് ഇതിനെയെല്ലാം അതിജീവിക്കാനുള്ള കഴിവുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഇന്ന് നിങ്ങൾക്ക് വലിയ സങ്കടമായി തോന്നുന്ന പല കാര്യങ്ങളും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഓർക്കുക പോലുമില്ല. അതുകൊണ്ട് ഈ നിമിഷത്തെ ഭാരത്തെ അതിജീവിക്കാൻ ഇതൊക്കെ ഉടനെ മാറുമെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. എനിക്കിതിനെയെല്ലാം അതിജീവിക്കാനുള്ള കഴിവുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കാം. ഇനി 4-ാമത്തേത് നന്ദി പറയുന്നതിൻ്റെ മാന്ത്രികത. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായിട്ടൊക്കെ തോന്നാം, പക്ഷേ ഇതിൻ്റെ പവർ ഒന്ന് വേറെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചാണ് നമ്മൾ എപ്പോഴും സങ്കടപ്പെടുന്നത്. എന്നാൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഇന്ന് തലചായ്ക്കാൻ ഒരു വീടുണ്ടോ? അല്ലെങ്കിൽ കഴിക്കാൻ ഭക്ഷണമുണ്ടോ? എങ്കിൽ ഈ ലോകത്തിലെ ഭൂരിഭാഗം ആളുകളെക്കാളും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെ ജോലിയെക്കുറിച്ച് പരാതിപ്പെടുമ്പോൾ ഒരു ജോലിക്ക് വേണ്ടി അലയുന്ന എത്രയോ പേരുണ്ടാകാം. നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ സാധനങ്ങൾ വലിച്ചു വാരിയിടുന്നതിൽ നിങ്ങൾ ദേഷ്യം തോന്നാം. പക്ഷേ ആരുമില്ലാത്ത എത്രയോ പേർ ഒറ്റപ്പെടലിൽ കഴിയുന്നുണ്ട്. 10 വർഷം മുമ്പ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതത്തിലായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ ഇന്ന് നിൽക്കുന്നത്. അന്നില്ലാത്ത പലതും ഇന്ന് നിങ്ങൾക്കുണ്ടാവാം. ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ സങ്കടങ്ങൾ കുറയാൻ തുടങ്ങും. ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ എനർജി മാറും. അതുകൊണ്ട് ഓരോ ചെറിയ കാര്യത്തിനും ദൈവത്തോടോ പ്രപഞ്ചത്തോടോ നന്ദി പറയുക. ആ ഒരു നന്ദി നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ നെഗറ്റീവ് ചിന്തകൾക്ക് അവിടെ ഇടമുണ്ടാവില്ല. ഇനി 5-ാമത്തേതും അവസാനത്തേതും, നിങ്ങളുടെ മനസ്സിലെ ചിത്രങ്ങൾ മാറ്റുക. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ പരാജയം മനസ്സിൽ കാണാറുണ്ട്, അല്ലേ? ഞാൻ അവിടെ പോയാൽ ആരും എന്നോട് സംസാരിക്കില്ല, ഈ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടില്ല. എന്തിനാണ് നമ്മൾ തോൽവികൾ മുൻകൂട്ടി കാണുന്നത്? പകരം വിജയങ്ങൾ സങ്കല്പിച്ചൂടെ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്നെനിക്ക് നല്ലൊരു ദിവസമായിരിക്കും എന്ന് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളൊരു ജോലി ചെയ്യുമ്പോൾ അത് ഭംഗിയായി പൂർത്തിയാക്കുമെന്ന് മനസ്സിൽ കാണുക. നമ്മുടെ മനസ്സൊരു ക്യാൻവാസ് പോലെയാണ്. അതിൽ ഇരുണ്ട നിറങ്ങൾ മാത്രം വരയ്ക്കണോ അതോ മനോഹരമായ നിറങ്ങൾ നിറയ്ക്കണോ എന്നത് നമ്മുടെ മാത്രം തീരുമാനമാണ്. നല്ല ചിത്രങ്ങൾ കാണുമ്പോൾ മനസ്സിന് സന്തോഷം തോന്നും. ആ സന്തോഷം നിങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ 5 കാര്യങ്ങളൊന്നും മനസ്സിൽ ഉറപ്പിക്കുക. 1-ാമത്തേത് നിങ്ങളുടെ വാക്കുകൾ മാറ്റുക. 2-ാമത്തേത് നിങ്ങളോട് തന്നെ സ്നേഹത്തോടെ സംസാരിക്കുക. 3-ാമത്തേത് പ്രതിസന്ധികളിൽ തളരാതെ ഒഴുകാൻ പഠിക്കുക. 4-ാമത്തേത് ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുക. 5-ാമത്തേത് നല്ല കാര്യങ്ങൾ മാത്രം വിഷ്വലൈസ് ചെയ്യുക. നമ്മുടെ ജീവിതം എന്നത് മനോഹരമായൊരു യാത്രയാണ്. അതിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാവും. പക്ഷേ ആ താഴ്ചകളിൽ തളർന്നിരിക്കരുത്. നിങ്ങൾ വിചാരിച്ചാൽ മാറാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്